രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന രേവതിയുടെ ചിറ്റയും മാമനും അവരൊക്കെയാണ് കല്യാണം വിളിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ചിറ്റയുടെ മോളുടെ കല്യാണമാണ്. അപ്പൊ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വരുവാണ്. രേവതിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവരെ സ്വീകരിച്ചിരുത്തി. പിന്നീട് അവര് ക്ഷണക്കത്തൊക്കെ കൊടുക്കുന്നുണ്ട്, കല്യാണ പത്രിക കൊടുക്കുന്നുണ്ട്, കല്യാണം വിളിക്കുവാണ്. പിന്നീട് സച്ചിന്റെ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞ് സച്ചേട്ടൻ ഒരു ഓട്ടം പോയിരിക്കുമെന്ന് പറയണം. അല്ല എന്തിയെ അമ്മ അച്ഛനും ഒക്കെ എന്തെന്ന് ചോദിച്ചു. അവരൊക്കെ പുറത്തു പോയേക്കുവാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. വേണ്ട, ഒന്നും വേണ്ടാന്ന് പറയണ. അതെ, ഇനി ഞങ്ങൾക്ക് കുറെ വീടുകൾ പോയി ക്ഷണിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഞാൻ സച്ചേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിയെ വിളിക്കണം. സച്ചിയെ വിളിച്ചിട്ട് സച്ചിയേട്ടാ, സച്ചേട്ടൻ ഇത് എവിടാന്ന് ചോദിച്ചു. ഞാനേ ഒരു ഓട്ടം പോയിക്കൊണ്ടിരിക്കുക. എന്താ രേവതി, എന്താ കാര്യം ചോദിച്ചു. അത് ഞാൻ ഇന്നാള് പറഞ്ഞില്ലേ എന്റെ ചിറ്റയുടെ മോളുടെ കല്യാണമെന്ന്. അപ്പൊ കല്യാണം ക്ഷണിക്കാനായിട്ട് അവര് വന്നിട്ടുണ്ടെന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ. സച്ചിയാണ് ഇപ്പൊ വരുമോന്ന് ചോദിച്ചു. അതെ, വണ്ടിക്കകത്ത് കസ്റ്റമർ ഉണ്ട്, അപ്പൊ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രേവതി നിന്നാ സാരമില്ലാന്ന് പറയണം. പിന്നെ രേവതി അവരാദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നതല്ലേ, അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ സൽക്കരിച്ച് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രേവതിക്ക് സന്തോഷമായി. രേവതി പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് അവര് വന്നിട്ട് അവരോട് പറഞ്ഞു, അതെ കഴിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി ചിറ്റ പറഞ്ഞേ, വേണ്ട മോളെ, അത് വേണ്ട, കുറെ സമയമാവും. വേണ്ട, ഒത്തിരി സമയമൊന്നും ആകത്തില്ല, ഇപ്പൊ തന്നെ ഞാൻ എടുത്തു വെക്കാന്ന് പറയണം. കൈ കഴുകിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവരെ നിർബന്ധിച്ചുകൊണ്ട് പോയി ഡൈനിങ് ടേബിളിൽ എത്തി. അങ്ങനെ ആഹാരമൊക്കെ വിളമ്പിക്കൊടുത്തു. അവർ രുചിയോടെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ചന്ദ്രമതിയുടെ വരവ് അങ്ങോട്ടേക്ക്. ചന്ദ്രമതി രേവതി എന്ന് വിളിച്ചോണ്ടാ വരുന്നേ. രേവതി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. എന്തൊരു ചൂട്, കുറച്ച് വെള്ളം കൊടുത്തിട്ടാൻ പറഞ്ഞു. അങ്ങനെ രേവതി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. ആ സമയത്ത് ചന്ദ്രമതി നോക്കി കഴിഞ്ഞപ്പം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് 3-4 പേരുന്ന് ആഹാരം കഴിക്കുന്നു. ഇതാരാ രേവതി എന്ന് ചോദിച്ചു. അത് എന്റെ കസിൻസാ, എന്റെ ചിറ്റയും മാമനും ഒക്കെ അവരാ. ചിറ്റയുടെ മോളുടെ കല്യാണം ക്ഷണിക്കാൻ വന്നാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി പറഞ്ഞു, ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാന്നേ, എന്താ അമ്മയെന്ന് ചോദിച്ചു. ചന്ദ്രമതി ഒന്നും മിണ്ടാതെ രേവതിനെ ഒരു നിമിഷം നോക്കി. ആ സമയത്ത് അവരാഹാരം കഴിച്ചോണ്ടിരിക്കുവല്ലേ. രേവതി പെട്ടെന്ന് പറഞ്ഞു, ചിറ്റെ ഇതാണ് എന്റെ അമ്മയെന്ന് പറയണ, സച്ചേന്റെ അമ്മയെന്നൊക്കെ പറയണ. അപ്പത്തേനും അവര് പറഞ്ഞു, എങ്ങനെയുണ്ട് ആന്റി, സുഖമാണെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ചന്ദ്രമതി മൈൻഡ് പോലും ചെയ്തില്ല. ചന്ദ്രമതി പെട്ടെന്ന് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോയിട്ട് രേവതിയെ വിളിക്കും, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. രേവതി അവരോട് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ കൂടെ മുറിയിലേക്ക് അങ്ങോട്ട് പോയി. ആ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു, എടി ആരോട് ചോദിച്ചിട്ടാടി നീ അവരെയൊക്കെ കയറ്റിയെടുത്ത് സൽക്കരിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അമ്മ ഇച്ചിരി പതുക്കെ പറ, അവര് കേൾക്കൂന്ന് പറയണ. എന്റെ ചിറ്റയും മാമനൊക്കെയാന്ന് ഞാൻ പറഞ്ഞല്ലോ. നിന്റെ ചിറ്റയും മാമനും ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ എങ്ങനെയാ തീരുന്നെന്ന് ഇപ്പോഴെല്ലാം മനസ്സിലാവുന്നേ. വരുന്നവരെല്ലാം നീ സൽക്കരിക്കുമല്ലേ. അമ്മ പതുക്കെ പറ. എന്ത് പതുക്കെ പറയാനായിട്ട്, ആരോട് ചോദിച്ചിട്ടാ നീ ഇതൊക്കെ ചെയ്തേ? ഞാൻ സച്ചേട്ടനോട് ചോദിച്ചായിരുന്നു. സച്ചേട്ടൻ പറഞ്ഞു അവർക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് വിട്ടാൽ മതിയെന്ന്. നീ നിന്റെ ഒരു സച്ചേട്ടനും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. വന്നിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കണം. അമ്മ അവര് കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നാ, എന്ത് ക്ഷണിക്കാനാണെങ്കിലും ശരി. അതും പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് അവരിത് കേട്ടു. അവർക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം അവര് കല്യാണം ക്ഷണിക്കാൻ വന്ന, ആഹാരം കഴിക്കാൻ വന്നതല്ല. രേവതി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ആഹാരം കഴിക്കാൻ കൂട്ടാക്കിയത്. ആ സമയത്താണ് ശ്രുതിയുടെ വരവ്. ശ്രുതി വന്നിട്ട് ചോദിച്ചു, എന്താ ആന്റി കാര്യം ചോദിച്ചു. ഇതെങ്ങ് നോക്കിയിരിക്കുന്ന കണ്ടില്ലേ, ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ എങ്ങനെ തീരുന്നത് മോൾക്ക് മനസ്സിലായോ? പലചരക്ക് സാധനം പച്ചക്കറിയൊക്കെ ഇവളുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തർ വരും. ഇവൾ അങ്ങനെ സൽക്കാരം തുടങ്ങും. നമ്മളിതുപോലെ ഒന്നും അറിയുന്നുണ്ടോ? നമ്മൾ പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവൾക്ക് ഇതായിരിക്കും പരിപാടി എന്നൊക്കെ പറഞ്ഞു. രേവതി പറഞ്ഞു, ഇതമ്മേ വെറുതെ അനാവശ്യം പറയരുത്, അവരാദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ചന്ദ്രമതി നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് അവർക്ക് ഭയങ്കര വിഷമായി. ആ സമയം രേവതിയുടെ ചിറ്റ പറഞ്ഞു, അതെ ഞങ്ങളിവിടെ ആഹാരം കഴിക്കാൻ വേണ്ടി വന്നൊന്നും അല്ല, കല്യാണം ക്ഷണിക്കാൻ വന്ന. രേവതി മോള് പറഞ്ഞുകൊണ്ട് മാത്രം കഴിക്കാനിരുന്ന, ഞങ്ങളുടെ വീട്ടിൽ ആഹാരം ഇല്ലാത്തതുകൊണ്ടല്ലെന്ന് പറഞ്ഞു. എന്തു തന്നെ ആയിക്കോട്ടെ, കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം വിളിച്ചിട്ട് പോയിക്കണം, അല്ലാതെ ഇവിടെ ഉണ്ണാനിരിക്കില്ലെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അവർ ചാടി എഴുന്നേറ്റു. അവർക്ക് ഇതിനേക്കാളും വലിയ അഭിമാനക്ഷതം കിട്ടാനില്ലല്ലോ. എഴുന്നേറ്റ് പോകാനായിട്ട് അങ്ങ് തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, അല്ല നിങ്ങൾ പകുതിയാക്കിയിട്ട് അങ്ങോട്ടാ പോന്നേ? ആഹാരം കഴിച്ച് പകുതിയാക്കിയിട്ട് പോകാൻ പറ്റില്ല, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതിയുടെ മാം പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു, ഇനിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കൈ കഴുകിയിട്ട് വന്നിട്ട് രേവതിയോട് പറഞ്ഞു, രേവതി നിനക്ക് നല്ല സുഖമെന്ന് കരുതി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന മോളെ, പക്ഷേങ്കിൽ ഇപ്പം മനസ്സിലായി നിന്റെ ജീവിതം എങ്ങനെയാന്ന്. അതും പറഞ്ഞിട്ട് അവരിങ്ങോട്ടേക്ക് പോയി. രേവതിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ചന്ദ്രമതി വലിയ ആളും കളിച്ച് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോ രേവതി ചന്ദ്രമതിയെ വിളിച്ചു, അമ്മ 1 മിനിറ്റ് അവിടെ നിൽക്കാൻ പറഞ്ഞു. അമ്മ ശരിക്കും അതെ, അവരെല്ലാം നാണം കെടുത്തിയത് എന്നെയാന്ന് പറയണം അവരുടെ മുന്നില്.
അമ്മയ്ക്കൊന്നും അല്ലെങ്കിൽ അവർ പോയതിന് ശേഷം പറയായിരുന്നു. അമ്മ ഇത്ര ഒച്ചപ്പാടുത്ത് പറയേണ്ട കാര്യമില്ലായിരുന്നു. ആഹാരത്തിന് മുന്നിൽ ഇറക്കി വിടുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ദൈവദോഷം കിട്ടാനില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അതെ, എനിക്കത് കുറച്ചുള്ള പുണ്യമൊക്കെ മതി. നീ ആരോട് വെച്ചിട്ട് അവരെയൊക്കെ സൽക്കരിച്ചേ? അമ്മേ, എൻ്റെ വീട്ടിലെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വലിയ വീടും കാര്യങ്ങളൊന്നുമല്ല, കൊട്ടാരമൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉള്ളത് വീട്ടിൽ എന്താന്ന് വെച്ചാൽ അവർക്ക് ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾ അങ്ങനെ പഠിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ സച്ചേട്ടനോട് ചോദിച്ചിട്ടാ ഇതേ, സച്ചേട്ടനോട് പറഞ്ഞിട്ടാ ഞാൻ ചെയ്തേ, അല്ലാതെ എൻ്റെ തോന്നിയാസമൊന്നുമല്ല ഞാൻ ചെയ്തേന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി, നീയും നിന്റെ ഒരു സച്ചി മിണ്ടാതിരുന്നോ, അവനാണ് നിനക്ക് ഈ വളം വെച്ചിരുന്നേന്ന് പറഞ്ഞു. കണ്ടവരെ സൽക്കരിക്കാനൊന്നും അല്ല ഇത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് വരുന്നവരെ ഞാൻ സൽക്കരിക്കണ്ടേന്ന് ചോദിച്ചു. നിന്റെ വീടോ? ഇതെങ്ങനെ നിന്റെ വീടാ? ഇതെന്റെ വീടാ. ഇവിടെ ആരെയൊക്കെ സൽക്കരിക്കണമെന്ന് ഞാൻ പറയും. എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രം സൽക്കരിച്ചാൽ മതി. അല്ല നിന്റെ വീട്ടിൽ നിന്നൊക്കെ ചെറിയ ആപ്പൂപ്പുകൾ കയറി വരുമ്പോൾ സൽക്കരിക്കാനുള്ളതല്ല. പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. രേവതി പറഞ്ഞു, അമ്മേ, എന്തായാലും അമ്മ ഈ ചെയ്ത് ഒട്ടും ശരിയായ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് രേവതി കുറെ ചീത്ത പറഞ്ഞു. രേവതിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഒടുവിൽ ചന്ദ്രമതി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാ നിന്റെ വീട്ടിൽ നിന്നോ നിന്റെ ബന്ധുക്കാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സൽക്കരിക്കാൻ നിന്നാണ്ടല്ലോ, ഇതല്ല ഞാൻ പറയാൻ പോന്നെ എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ചന്ദ്രമതി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. രേവതിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എന്ത് പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. ആ സമയത്ത് ശ്രുതി ഒന്നും മിണ്ടാതെ രേവതി തന്നെ നോക്കി. രേവതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് ഇപ്പൊ രേവതി പൂ എടുക്കാനായിട്ട് പോയി. പൂ എടുത്തിട്ട് തിരികെ വരുന്ന വഴിക്ക് രേവതിയുടെ ഒന്ന് രണ്ട് കൂട്ടുകാരി ചേച്ചിമാരെ കാണുവാണ്. അങ്ങനെ അവരോട് സംസാരിക്കണ സമയത്ത് രേവതിയുടെ മുഖം ആകെപ്പട വല്ലാതിരിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പത്തിനും ഒരു ചേച്ചി, എന്ത് പറ്റി രേവതി? നിന്റെ മുഖത്തൊന്നൊരു സന്തോഷമില്ലോ, അല്ലെങ്കിൽ നീ ചലവില്ലാന്ന് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളോ, ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല. എന്തേലും പ്രശ്നമുണ്ടോ? സച്ചിവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇനിയിപ്പോ അമ്മായിമ്മയായിട്ടാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി കാര്യങ്ങൾ പറയണം. തന്റെ വീട്ടിൽ നിന്ന് ചിറ്റയും മാമനും ഒക്കെ കല്യാണം വിളിക്കാൻ വന്നതും തന്റെ അമ്മ പെരുമാറിയതായ കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒരു ചിലർക്കൊരു വിചാരമുണ്ട്, പെണ്ണുങ്ങളൊക്കെ കെട്ടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ ആ വീട്ടിലെ അടിമയാന്ന്. ചില അമ്മായിമ്മമാർക്ക് അങ്ങനെയാ. നിന്റെ അമ്മായിമ്മ അത്ര ഒരു സ്വഭാവമുള്ളതല്ലേ? എന്റെ അടുത്തൊക്കെ ആയിരിക്കണം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിക്കല്ലാതെ. എനിക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറത്തില്ലായിരുന്നു. ശ്രുതിക്കും വർഷയ്ക്കും ഒക്കെ പൈസയുള്ള വീട്ടിൽ നിന്നായതുകൊണ്ട് അവർക്കൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം രേവതിയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞു, അതെ, നീ അങ്ങനെ വിട്ടുകൊടുത്തിട്ടാന്ന് പറയണ. നമ്മൾ താന്നു കൊടുക്കുന്തോറും അവർ തലയിൽ കയറി നിരങ്ങുക. ഒരു കാരണവശാലും നമ്മൾ താന്നു കൊടുക്കരുതെന്ന് പറഞ്ഞു. പിന്നെയോ നല്ല പണി തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്റെ അമ്മായിമ്മ ആദ്യം എന്നെ എതിർത്താ നിന്നിരുന്നേ. ഞാൻ എന്ത് കാണിച്ചാലും കുറ്റം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്വസ്ഥത സമാധാനം ഇല്ലായിരുന്നു. ഒരു ദിവസം ഞാൻ മുറിക്കകത്തേക്ക് വിളിച്ചു കയറ്റിട്ട് അവിടെ ഇരുന്ന് ബെൽറ്റ് എടുത്ത് നാളിനങ്ങ് ഇട്ട് കൊടുത്തു. ബെൽറ്റ് എടുത്ത് അടിച്ചെന്നോ? അല്ലാതെ പിന്നെ. അത് മാത്രമല്ല, പിന്നെ ഒരു ദിവസം നല്ല ചട്ടകം പഴിപ്പിച്ച് അങ്ങോട്ട് വെച്ചു കൊടുത്തു. അതോടുകൂടി അവരുടെ സൂക്കേട് അങ്ങോട്ട് മാറി എന്ന് പറയണം. ഇപ്പോൾ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അടുത്ത കൂട്ടുകാർ പറഞ്ഞു, ഇതുപോലെ തന്നെ ഞാനും ഒന്ന് രണ്ട് വട്ടം എൻ്റെ അമ്മായിക്ക് നല്ല പണി കൊടുത്താ. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. സച്ചിയുടെ അമ്മയല്ലേ, പോരാത്തന്നെ പ്രായത്തിൽ മൂത്തല്ലേ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ചെയ്യാൻ പറ്റില്ല പോലും. രണ്ടെണ്ണം നീ അങ്ങോട്ട് പറയോ, അല്ലെങ്കിൽ അങ്ങോട്ട് നേരെ ചെന്നാ മതി. അവര് പിന്നെ അനങ്ങത്തില്ല. നീ ഒന്നും ചെയ്യില്ല എന്ന് കരുതിയിട്ടാ അവര് നിന്റെ തലയിൽ കയറി നിരങ്ങണേന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, എന്നാലും അതെ, നീ ഇങ്ങനെ താണു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല രേവതി. നീ അവിടുത്തെ വേലക്കാരി ഒന്നുമല്ല. നീ സച്ചിയുടെ ഭാര്യ, അവരുടെ മകന്റെ ഭാര്യയല്ലേ. പിന്നെ നീ എന്തിനാ താണു കൊടുക്കാന്നൊക്കെ ചോദിക്കുകയാണ്. രേവതിക്ക് ആ പാടെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഒടുവിൽ രേവതി വീട്ടിലേക്ക് തിരികെ പോരുവാണ്. ഇതേ സമയത്ത് ചന്ദ്രമതി വീട്ടിൽ ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി വന്നിട്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് നല്ല സുഖമില്ലാന്ന് പറഞ്ഞു. ഇതെന്താടാ നീ നേരത്തെ വന്നേ? അതല്ലേ പറഞ്ഞു എനിക്ക് സുഖമില്ലാന്ന്. നിനക്ക് എന്ത് പറ്റി? ജലദോഷമാണെന്ന് പറയണ എന്ന് പറഞ്ഞ് തുമ്മുവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, നീങ്ങി നിൽക്കുക, എന്നെ കൂടെ ജലദോഷം പിടിപ്പിക്കലെന്ന് പറഞ്ഞു. എടാ, നീ എന്തേലും സ്പെഷ്യലായിട്ട് കഴിച്ചോ? തണുത്ത വല്ല എന്തേലും? ഇല്ലമ്മേ, വെറുതെ കള്ളത്തരം പറയരുത്. ഇന്നലെ ഞാനേ അവിടെ പുതിയതായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി പാനിപ്പൂരി കഴിച്ചായിരുന്നു. എടാ, നിനക്ക് ചെറുപ്പത്തിലെ മുതൽ പാനിപ്പൂരി കഴിച്ച പ്രശ്നമുള്ളല്ലേ? ജലദോഷം ഉണ്ടാകുന്നൊക്കെ അല്ലേ? എന്നിട്ട് നീ വീണ്ടും അത് തന്നെ ചെയ്തോന്നൊക്കെ ചോദിച്ചു. എന്ത് ചെയ്യാനമ്മേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ജലദോഷത്തിന് വല്ല മരുന്നും മേടിച്ച് കഴിക്കാം. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അത് വേണ്ട, ഒരു കാര്യം ചെയ്യാം, വല്ല സൂപ്പും വെച്ച് കുടിച്ചാൽ മതി, അതോടുകൂടി ജലദോഷമൊക്കെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. സൂപ്പോ? അതേന്നേ, നല്ല ഒരു ഞണ്ട് സൂപ്പ് വെച്ച് കുടിക്കുവാണെങ്കിൽ അതൊക്കെ ജലദോഷമൊക്കെ പൊയ്ക്കോളും. നിനക്ക് കുഞ്ഞിനെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി തരുന്നതെന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയോട് ചോദിച്ചു, നീ ഇത്ര സമയത്ത് എവിടെയായിരുന്നു ചോദിച്ചു. ഞാൻ പൂ കൊടുക്കാൻ പോയതാ. ഇത്ര സമയം? സാധാരണഗതിയിൽ പോകുന്നതല്ലേ, പിന്നെന്താ അമ്മ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു. അതെ, നേരത്തെ കാലത്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞ ഈ വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് മതി നിന്റെ പൂക്കച്ചവടം കാര്യങ്ങളൊക്കെ. രേവതി പറഞ്ഞു, എനിക്ക് ചെയ്യേണ്ട ജോലി എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, പോയി മാർക്കറ്റിൽ പോയി കുറച്ച് ഞണ്ട് വാങ്ങിച്ചോണ്ടാൻ പറഞ്ഞു. എന്തിന്? അതെ, ശ്രുതിക്ക് നല്ല സുഖമില്ല, അവൻ ഇച്ചിരി സൂപ്പ് വെക്കാനാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ലാന്നോ? അതെ, അതൊക്കെ വേണം ശ്രുതിയോട് പറയണമെന്ന് പറഞ്ഞു. ഞാനേ ഇതൊന്നും ചെയ്യാനിരിക്കുന്നവളല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യമായി. ചന്ദ്രമതിയോട് എന്താടി പറഞ്ഞ തറുതല പറയുന്നോ? നിന്നോട് പറഞ്ഞ കാര്യം നീ അങ്ങോട്ട് ചെയ്താൽ മതി. അവളെ കോടീശന്റെ മോളാ, അല്ലാതെ മാർക്കറ്റിൽ പോകാനുള്ളവളല്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, ശ്രുതിയുടെ ഭാര്യയാണല്ലോ, ശ്രുതിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ശ്രുതിയാണ്, അല്ലാതെ ഞാനല്ലാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, കണ്ടില്ലേ അമ്മ, അവളുടെ അഹങ്കാരം കണ്ടില്ലേന്ന് ചോദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, പറയുന്ന നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, പൈസ വേണമെങ്കിൽ തരാം, ഇനിയിപ്പോൾ സൂപ്പ് ഉണ്ടാക്കി തരണമെങ്കിൽ അതിന്റെ പൈസയും കൂടെ തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, പൈസ ആർക്ക് വേണം നിങ്ങളുടെ, എനിക്ക് നിങ്ങളുടെ പൈസയൊന്നും വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്ര മാത്രം. ഇത് കേട്ടപ്പം സ്തുതി ചന്ദ്രമതി പറഞ്ഞു, അമ്മേ അഹങ്കാരം കണ്ടില്ലേ, ഇപ്പൊ അമ്മയെ വന്നോന്ന് അനുസരണയും കൂടെ ഇല്ലാന്ന് പറയണം. അത് കേട്ട് ചന്ദ്രമതി പറഞ്ഞു, ഓഹോ, അപ്പൊ നിനക്ക് വന്ന് തറുതലിയായില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടല്ലേന്ന് ചോദിച്ചു. അതെ, ചില കാര്യങ്ങളൊന്നും അനുസരിക്കാൻ പറ്റില്ലമ്മേ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, ശ്രുതിയുടെ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ല, അതിനുവേണ്ടിയല്ല ശ്രുതി കല്യാണം കഴിച്ചേ, വേണമെങ്കിൽ ശ്രുതി നോക്കിക്കോട്ടെ, എന്നെ അതിനൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ചന്ദ്രമതി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല രേവതി ഇങ്ങനെയൊക്കെ പറയുമെന്ന്. കാരണം രേവതി നേരത്തെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. എന്താണെങ്കിലും അനുസരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് അതിൽ വലിയ അടിയായി. ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ആ സമയം രേവതിയുടെ മനസ്സിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുക. ചേച്ചിമാരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിനറിയുണ്ടായിരുന്നേ. അതെ, നമ്മൾ താണു കൊടുത്തിട്ട് നമ്മുടെ തലയിൽ കയറി നിറങ്ങുന്ന 2 തിരിച്ചടി അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ അനങ്ങത്തില്ലാന്ന്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ രേവതിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. ബെൽറ്റ് കൊണ്ട് ചന്ദ്രമതിക്ക് അടി കിട്ടുന്ന കാര്യമൊക്കെ ഓർക്കുമ്പോൾ രേവതി ഇന്ന് ചിരിക്കുവാണ്. രണ്ടും കൂടെ സുധിയും ചന്ദ്രമതിയും കരയുന്ന ആ രംഗങ്ങളൊക്കെ, ബെൽറ്റ് കൊണ്ട് അടി കിട്ടിയിട്ടുണ്ട്, രണ്ടുപേരും കൂടെ കിടന്ന് കരയത്തല്ലേ ഉള്ളൂ. അതൊക്കെ ഓർക്കുമ്പോൾ രേവതിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മനസ്സിലാണെങ്കിലും രേവതി അതൊക്കെ സ്വപ്നം കാണുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.